ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 2x2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ടോപ്പിക്സ് ആണ് മൈനർ, കോഫാക്ടർ, അഡ്ജോയിൻ്റ് ഇതൊക്കെ. അപ്പോൾ ഒരു 2x2 മെട്രിക്സിൻ്റെ മൈനർ എങ്ങനെ കണ്ടുപിടിക്കാം, കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം, അഡ്ജോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ഒരു സെക്ഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു എക്സാമ്പിൾ ലെറ്റ് ചെയ്യാം. A is equal to matrix 2 -1 3 5. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കുമ്പം 0 അല്ല ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ഇൻവേഴ്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു 2 × 5 -3 × -1. 2 × 5 is 10 minus plus 3. 10 plus 3 is equal to 13. 13 not equal to 0 ആണ്. സോ എന്താണ്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ആണ്. 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ആണ്. 1 ഡിറ്റർമിനൻ്റ് എ, നമുക്ക് ഡിറ്റർമിനൻ്റ് എൻ്റെ വാല്യൂ എന്താ, 0 വന്നില്ല. സോ എന്താണ്, നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്ജോയിൻ്റ് എ ഇസ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എന്താ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടും, അഡ്ജോയിൻ്റ് എ കിട്ടും. ഇനി എങ്ങനെയാണ് കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണേ? കോഫാക്ടർ മെട്രിക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, മൈനർ വേണം. മൈനർ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കോഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇനി എങ്ങനെയാണ് മൈനർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് മൈനർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. മൈനർ കണ്ടുപിടിക്കുന്നത്, അതായത് എല്ലാ എലമെൻസിനും, അതായത് ഒരു മെട്രിക്സിൻ്റെ എല്ലാ എലമെൻസിനും എന്തുണ്ടാവും, മൈനറും ഉണ്ടാവും, കോഫാക്ടറും ഉണ്ടാവും. ഈ മൈനറിനെ നമ്മൾ M11, M12, M21, M22 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതായത് A11, A12, A21, A22 ആണല്ലോ നമ്മുടെ എലമെൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റിൻ്റെ മൈനറിന് M11, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റിൻ്റെ മൈനർ M12, അങ്ങനെ A22 വരെ ഉണ്ട്. therefore M22 വരെ. ഇനി M11 എങ്ങനെ കണ്ടുപിടിക്കും? M11 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, A11 ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. A11 ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 5. നെക്സ്റ്റ് M12 പറഞ്ഞാൽ A12 ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3. നെക്സ്റ്റ് M21 ഉള്ള റോയും കോളവും കളഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -1. M22 5 ഉള്ള റോയും കോളവും കളഞ്ഞാൽ ഇസ് ഈക്വൽ ടു 2. ഇതാണ്. ഇനി നമുക്ക് കോഫാക്ടർ എഴുതാം. കോഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ A11, ക്യാപിറ്റൽ A12, A21 ആൻഡ് A22. ഇനി A11ൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. A11ൻ്റെ വാല്യൂ M11ൻ്റെ സെയിം ആയിരിക്കും, പക്ഷേ സൈൻ മാറ്റം ഉണ്ടോ നോക്കണം. 1 + 1, അതായത് പൊസിഷൻ വരുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ 1 + 1 എത്ര, 2 വരും. 2 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. അപ്പം എന്ത് ചെയ്യത്തില്ല, സൈൻ ചേഞ്ച് ചെയ്യില്ല. ദെൻ 1 + 2 3 ആണ്. നമ്മുടെ M12 3 ആണ്. ഇതെന്താ, 1 + 2 ഓഡ് നമ്പറാണ്, therefore മൈനസ്. ദെൻ 2 + 1 3 ഓഡ് നമ്പറാണ്, -1 ആണ്. -1 എന്താവും, +1 ആവും. M22 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ A22 എന്ത് വരും, 2 വരും. 2 + 2 എന്താണ്, 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യത്തില്ല, സൈൻ ചേഞ്ച് ആവില്ല. കോഫാക്ടർ എലമെൻറ്റ്സ് എല്ലാം കിട്ടിയല്ലോ. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് എഴുതാമല്ലോ. കോഫാക്ടർ മെട്രിക്സ് എന്തായിരിക്കും, കോഫാക്ടർ മെട്രിക്സ് ഇസ് ഈക്വൽ ടു 5 -3 1 2. ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോഴാണ് നമുക്ക് എന്തോ കിട്ടുന്നത്, അഡ്ജോയിൻ്റ് കിട്ടുന്നത്. ദെൻ അഡ്ജ് എ ഇസ് ഈക്വൽ ടു റോയിനെ കോളമാക്കി എഴുതാം, കോളത്തിനെ റോയാക്കി എഴുതാം. 5 -3 1 2. ഇനി A ഇൻവേഴ്സ് എങ്ങനെ കിട്ടും? A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു
നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു 13 ആണ്. 1/13 ഇൻറ്റു 5 1 മൈനസ് 3 2. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ്. ഞാൻ പറയാൻ പോകുന്നത് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ട്രിക്കാണ്. അഡ്ജോയിൻ്റ് നമുക്ക് എന്താ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡയറക്റ്റ് അഡ്ജോയിൻ്റ് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഡ്ജ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സിന് എന്ത് ചെയ്യുക, ഒന്ന് തലതിരിച്ച് എഴുതുക. 2 5 ആണല്ലോ, അതെന്താവും 5 2 ആവും. ദെൻ മറ്റേ നമ്പറിന് എന്ത് ചെയ്യുക, 1 3 -1ഉം 3ഉം ആണ്. അതിൻ്റെ സൈൻ എന്ത് ചെയ്ത് കൊടുക്കുക, ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. -1 എന്നുള്ളത് എന്താവും +1 ആവും, 3 എന്താവും -1 ആവും. ഇതായിരിക്കും എന്ത് അഡ്ജോയിൻ്റ്. ഇനി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1/13 ഇൻറ്റു 5 1 മൈനസ് 3 2 എന്ന് സിംപ്ലി എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഇതാണ് ഒരു ട്രിക്ക്, എളുപ്പം ചെയ്യാൻ വേണ്ടിയൊരു ട്രിക്കാണത്.